കൊച്ചി മെട്രോയുടെ വിശേഷങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സംയുക്തമായിട്ട് നടപ്പാക്കുന്ന പദ്ധതിയാണെന്ന് പറഞ്ഞിരുന്നു. 5182 കോടി രൂപയാണ് ഈ കൊച്ചി മെട്രോ എന്നുള്ളൊരു പദ്ധതിക്ക് വേണ്ടി നമ്മൾ ചെലവാക്കുന്നത്. അതിൽ 15% കേന്ദ്ര ഗവൺമെന്റ് നമുക്കായിട്ട് നൽകുന്നത്, കോൺട്രിബ്യൂട്ട് ചെയ്തത്. അതായത് 760-770 കോടിയോളം കേന്ദ്ര ഗവൺമെന്റ് ആണ് നമുക്ക് നൽകിയത്. ഈ ഒരു കൊച്ചി മെട്രോ എന്ന് പറയുന്നത് വളരെ പരിസ്ഥിതി സൗഹാർദ്ദം കൂടിയാണ്. വളരെയധികം പരിസര മലിനീകരണം കുറച്ചുകൊണ്ടാണ് ഈ ഒരു മെട്രോ ശബ്ദം പോലും വളരെ മിനിമലാണ് കൊച്ചി മെട്രോയുടെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാധാരണ മെട്രോ ലൈനുകളുടെ മുകളിൽ കൂടെ നമുക്ക് ഇത് പോകാം, ഇലക്ട്രിക് വയേഴ്സ് പോകുന്നത് കാണാം. പക്ഷെ കൊച്ചി മെട്രോയിൽ അത്തരം ഒരു സിസ്റ്റം പോലും അല്ല. എൻറ്റയർലി ഡിഫറെന്റ് സിസ്റ്റം ഓഫ് ഡൈനാമിക്സ് ആണ്. വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ് മെട്രോ എന്ന് പറയുന്നത്. അതുപോലെ കൊച്ചി മെട്രോയ്ക്ക് ഒരുപാട് സവിശേഷതകളുണ്ട്. അതിൽ മറ്റൊരു സവിശേഷത, എടുത്തു പറയേണ്ടുന്ന ഒരു സവിശേഷത എന്ന് പറയുന്നത് അതിന്റെ വെർട്ടിക്കൽ ഗാർഡൻസ് ആണ്. അതായത് നമ്മുടെ ഇതിന്റെ ഓരോ തൂണുകളും ആ ഓരോ തൂണുകളും ഒരു ഗാർഡൻ ആക്കിയേക്കാണ്. അത് നമ്മുടെ മലയാളിക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് അത്ര പരിചിതമല്ലാത്ത വെർട്ടിക്കൽ ഗാർഡൻ എന്നുള്ള ഒരു സാങ്കേതിക വിദ്യ കേരളത്തിൽ എല്ലാ തൂണുകളിലേക്കും ആക്കുന്നുണ്ട്. എന്റെ ഒരു ആദ്യ പടി ഒന്നോണം വെർട്ടിക്കൽ ഗാർഡനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പണി പൂർത്തിയാക്കിയത് 11 സ്റ്റേഷനുകളാണ്. ആലുവ മുതൽ പാലാരിവട്ടം വരെ 11 സ്റ്റേഷനുകളാണ് ഉള്ളതെന്ന് പറഞ്ഞിരുന്നു. ഓരോ സ്റ്റേഷനിലും അതത് പ്രദേശത്തിന്റെ പ്രത്യേകതകൾ കാണിക്കുന്ന, അല്ലെങ്കിൽ കൊച്ചിയുടെ ഒരു സമുദ്രാതിർത്തി കൊണ്ടുള്ള കൊച്ചിയുടെ നേട്ടങ്ങൾ, അല്ലെങ്കിൽ ഓരോ തീമുകളുണ്ട്. കൊച്ചിയുടെ പ്രത്യേകതകൾ, കൊച്ചിയിലെ ജനങ്ങളുടെ പ്രത്യേകതകൾ, ഇങ്ങനെ ഓരോന്നും പടങ്ങളിലൂടെ, ചിത്രങ്ങളിലൂടെ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിലുള്ള, നമുക്ക് ഇത്രയും അധികം കാര്യങ്ങൾ ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ സ്റ്റേഷന്റെ തീമുകളാണെങ്കിൽ ശരി, അല്ലെങ്കിൽ മറ്റേ ഈ കാർഡുകൾ വരാൻ പോകുന്ന വൺ മെട്രോ കാർഡ്, ഇതെല്ലാം നമുക്ക് അവര് ഒത്തിരി അധികം അഡ്വർടൈസ് ചെയ്ത് പറഞ്ഞ് മോഹിപ്പിക്കുകയൊന്നും ചെയ്തില്ല. അതേസമയം നമ്മൾ നേരിട്ട് ചെന്ന് കാണുമ്പോൾ ഒരു ടേക്കൺ ബൈ സർപ്രൈസ് എന്നൊരു ഫീലിംഗ് ആണ് കൊച്ചി മെട്രോ ശരിക്കും തരുന്നത്. അപ്പോൾ നമ്മുടെ അഭിമാനമായ കൊച്ചി മെട്രോയെ കുറിച്ച് കൂടുതൽ പറയാം അടുത്ത സെഗ്മെന്റിന് ശേഷം. അടുത്ത സെഗ്മെന്റ് ഫെങ് ഷുയി. നമസ്കാരം. ലേഡീസ് അവറിലെ ഫെങ് ഷുയി സെഗ്മെന്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഫെങ് ഷുയി സംബന്ധമായ, ചൈനീസ് വാസ്തുവിദ്യാ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തേജസ് ഫെങ് ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വാസ്തുവിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു ബെഡ്റൂമിൽ ഒരിക്കലും വെള്ളത്തിന്റെ സാന്നിധ്യം ഉണ്ടാകരുത് എന്നുള്ളത്. അത് ഒരുപാട് പേർക്ക് അതൊരു പുതിയ അറിവായിരുന്നു. കാരണം എൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ളവർ തന്നെ ചൂട് കൂടുന്നു, ഭയങ്കര കിടന്നുറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും വെള്ളം മുറിയിൽ കൊണ്ടുവച്ച് അങ്ങനെ ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും ഒരു തണുപ്പ് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ വിചാരിച്ചുകൊണ്ടിരുന്ന പാടില്ല. അങ്ങനെ അത്തരത്തിൽ ബന്ധമുള്ള ഒരു പിക്ചർ പോലും വെക്കാൻ പാടില്ല എന്നുണ്ട് അല്ലേ? അതെ അതെ, ജലസാന്നിധ്യമുള്ള ഒരു അതിൻ്റെ പിക്ചർ പോലും നമ്മൾ ബെഡ്റൂമിൽ വയ്ക്കാൻ പാടില്ല. പിന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഒക്കെ ഉള്ള ഇടത്താണെങ്കിൽ അതിൻ്റെ ഡോർ പോലും ഓപ്പൺ ചെയ്തിടാൻ പാടില്ല എന്നുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ഒരു വലിയ അറിവായിരുന്നു. അതായത് നമ്മൾ മിക്കവാറും എല്ലാവരും കുടിക്കാൻ വെള്ളം റൂമിൽ കൊണ്ടേ വെക്കും, കാരണം എഴുന്നേറ്റ് പോകാനുള്ള ഒരു അസൗകര്യം ഓർത്തിട്ട്. അപ്പൊ അതും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ചെയ്യാൻ പാടില്ല. പുറത്തിറങ്ങി തന്നെ വെള്ളം കുടിച്ചിട്ട് വരണം. കിടന്നുകൊണ്ട് വെള്ളം കുടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ പുറത്ത് തന്നെ പോയിട്ട് വെള്ളം കുടിച്ചിട്ട് വന്നിറക്കാം. ജലസാന്നിധ്യം വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കിടക്കുന്ന റൂമാണെങ്കിൽ അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പരീക്ഷണാർത്ഥമാണെങ്കിൽ ആർക്കും പരീക്ഷണങ്ങളും ചെയ്തു നോക്കാം, അത് ഉറപ്പാണ്. അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഈ പ്രശ്നങ്ങളുള്ള വീട്ടിലാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ, അവരുടെ ബെഡ്റൂമിൽ ഒന്നുകിൽ ജലസാന്നിധ്യം ഉണ്ടാവും, അല്ലെങ്കിൽ അവർ കുടിക്കാൻ വെള്ളം കൊണ്ടുവയ്ക്കുക. അതിനകത്ത് മാറ്റി വെച്ച് നോക്കും, നിങ്ങളുടെ പ്രശ്നമെല്ലാം മാറ്റം ഉണ്ടാവും, അത് ഉറപ്പാണ്. സർ, നമുക്കിന്ന് മറ്റൊരു കത്തുള്ളത് എന്ന് പറയുന്നത് ഒരു സുബിൻ എന്ന് പറയുന്ന ആളാണ് അയച്ചേക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കോഴിക്കോട് നിന്നാണ് കത്ത്. അദ്ദേഹം അവിടെ ഒരു ചാനലിൽ ജോലി ചെയ്യാണ്. അപ്പോൾ 1988 ജനനം. അപ്പോൾ ജ്യോതിഷത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ് അദ്ദേഹം. വിവാഹം കഴിക്കാനുള്ള ഡേറ്റ് ഒക്കെ നോക്കിയപ്പോൾ ഇനി 2020 വിവാഹം കഴിക്കാൻ പാടുള്ളൂ, അതിന് മുന്നേ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ മരണം ഉണ്ടാകും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീട്ടുകാരുടെ പ്രഷർ ആകെ ആള് ഭയങ്കര നിരാശയിലാണ്. ഇനി ഫെങ് ഷുയി രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നാണ് കത്തയച്ചേക്കുന്നത്. ആളുടെ ഡേറ്റ് ഓഫ് ബർത്തും ബാക്കി വിവരങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ജ്യോതിഷപ്രകാരം 1900 ഇനിയും കുറച്ചും കൂടെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ വാസ്തുപ്രകാരം വീട് സൂട്ടബിളാക്കി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഭാഗ്യത്തിൽ തന്നെ കുറച്ച് വ്യത്യാസമുണ്ട്. 3 ടൈപ്പ് ഭാഗ്യമാണുള്ളത്. ഈശ്വര ഭാഗ്യമുണ്ട്, വ്യക്തി ഭാഗ്യമുണ്ട്, അതേപോലെ തന്നെ ഭൂമി ഭാഗ്യമുണ്ട്. അതിൽ
ഗ്രഹനില വച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഈശ്വര ഭാഗ്യത്തെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. അതിൽ പല പല പ്രശ്നങ്ങൾ നമുക്കിപ്പം എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന ദിവസം ഇന്ന സമയം ഇന്ന ദോഷമാണ്, നിങ്ങൾക്ക് ആ ദോഷ സമയത്ത് നിങ്ങൾക്കൊന്ന് ചെയ്തുകൂടാ, ചെയ്താൽ നിങ്ങൾക്ക് ദോഷം ഉണ്ടാവും അല്ലേ? അതിനെല്ലാം പരിഹാരം ജ്യോതിഷത്തിൽ തന്നെയുണ്ട്. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിന് പരിഹാരമായിട്ട് നമുക്ക് ജ്യോതിഷ വിധിപ്രകാരം തന്നെ നമുക്കത് പരിഹാരം ചെയ്ത് നമുക്കത് പരിഹരിക്കാൻ പറ്റും. നല്ല ആലോചനയൊക്കെ വരികയാണെങ്കിൽ നടത്തിയതിനു ശേഷം ഈ പറയുന്ന ജ്യോതിഷനെ ചെന്ന് കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അത് നടത്തണം, അതിനുള്ള പരിഹാരം തന്നെ അവർ നിർദ്ദേശിച്ച് തരും. വീടിന്റെ പ്രശ്നം കൊണ്ടാണോ ബേസിക്കലി? അല്ല, വീടിന്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാനിപ്പം ഇതിനകത്ത് നോക്കുമ്പോൾ ഈ പ്ലാൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പുള്ളിക്കാരൻ്റെ ബെഡ്റൂം ഏതാണെന്ന് നോട്ട് ചെയ്തിട്ടില്ല. എന്നാലും ഈ 2 ബെഡ്റൂമിലും വെച്ച് നോക്കിക്കഴിഞ്ഞാലും നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ വീടിൻ്റെ ഡയറക്ഷൻ കിഴക്കാണ് വന്നിട്ടുള്ളത്. അതേ രീതിയിൽ തന്നെ 2-5 കോമ്പിനേഷൻ നിൽക്കുന്ന സ്ഥലത്ത്, അതായത് അഗ്നികോണിലാണ് അതിന് ബെഡ്റൂം വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ എത്ര ഡിഗ്രി ആംഗിൾ എന്ന് പറഞ്ഞിട്ടില്ല. ആ ബെഡ്റൂം ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കിയാൽ, പരീക്ഷണാർത്ഥമല്ല, ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയുടെ പ്രശ്നങ്ങളൊക്കെ കുറേയൊക്കെ നമുക്കതിന് മാറ്റം ഉണ്ടാവും. മാത്രമല്ല ഇതിൻ്റെ ടോയ്ലറ്റിൻ്റെ പൊസിഷൻ, ഇത് അപ്സ്റ്റെയറിലെ ടോയ്ലറ്റിൻ്റെ പൊസിഷൻ വന്നിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ബെഡിൻ്റെ മുകളിലാണ്, ബെഡ്റൂമിൻ്റെ മുകളിലാണ്. അപ്പോൾ എപ്പോഴും ഈ ടോയ്ലറ്റ് വരുന്നത് നമ്മുടെ ബെഡ്റൂമിൻ്റെ മുകളിൽ ടോയ്ലറ്റ് വന്ന് അതിൻ്റെ താഴെ, ടോയ്ലറ്റിൻ്റെ താഴെ നമ്മൾ ബെഡ്റൂമോ കിച്ചനോ ഡൈനിങ് റൂമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നെഗറ്റീവായിട്ടുള്ള, കാരണം നമ്മുടെ ബ്രെയിനിനെ പോലും നമ്മുടെ മൈൻഡിനെ പോലും കൺട്രോൾ ചെയ്യുവാനുള്ള ഒരു ഇത് അതിനകത്തുണ്ട്. നമുക്ക് നല്ല ഗുണങ്ങളൊന്നും നമ്മുടെ അടുത്ത് വരത്തില്ല, എല്ലാം നെഗറ്റീവ് മാത്രമേ നമ്മുടെ അടുത്ത് കിട്ടൂ. ആ ഒരു ദോഷവും സെക്കൻഡ് ബെഡ്റൂമിൽ അത് കാണുന്നുണ്ട്, അതും ഒരു ദോഷമാണ്. അപ്പോൾ അതിനെയൊന്നും ആ ടോയ്ലറ്റ് അവിടെ നിന്ന് മാറ്റേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ആ ടോയ്ലറ്റ് മാറ്റണം, അല്ലെങ്കിൽ ആ ബെഡ്റൂമിനെ 2ആയിട്ട് തിരിക്കുക. ഇതൊരു വലിയ ബെഡ്റൂം ആണെന്ന് തോന്നുന്നു, കാരണം വെച്ചാൽ ആ ബെഡ്റൂമിൻ്റെ എൻഡിലാണ് ടോയ്ലറ്റിൻ്റെ ഒരു പൊസിഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ മുകളിൽ ടോയ്ലറ്റ് വരുന്ന ആ ഭാഗത്തെ നേരെ താഴോട്ടൊരു പില്ലറോ മീൻസ് അല്ലെങ്കിൽ ഒരു കർട്ടനോ എന്തെങ്കിലും ഇട്ടിട്ട് അതിനൊന്ന് മാറ്റിയെടുക്കുക. അപ്പോൾ ആ ഒരു ദോഷം മാറിക്കിട്ടും. അതേപോലെ തന്നെ കിഴക്ക്, ഇതൊരു സെൻട്രലുള്ള റൂം തന്നെ ഒരൊറ്റ ഹാളായിട്ടാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആ ഹാളാണെങ്കിൽ വരുന്നതിന് 4-3 എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ ആയിരിക്കും അതിനകത്ത് വരിക. 4-3 എന്ന് പറയുമ്പോൾ സ്നേഹത്തോടു കൂടിയുള്ള വഴക്ക്, 4 എന്ന് പറയുമ്പോൾ ലവ് സ്റ്റാറും സൗന്ദര്യ പിണക്കങ്ങൾ കൂടുതലായിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞാലും ബുദ്ധിമുട്ടാവും കുറച്ച് എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത്. അല്ല, അത് ജ്യോതിഷം ഈ കണ്ണിൽ കൊള്ളേണ്ടത് പുരിയത്ത് കൊണ്ടുപോകും എന്ന് പറയും പോലെ അതിനെല്ലാം നമുക്ക് പരിഹാരം നമുക്കതിനെ ചെയ്യാൻ പറ്റും. അപ്പം ഇതിനകത്ത് എനിക്ക് കാണാൻ പറ്റുന്ന ദോഷമൊന്നും ആ ടോയ്ലറ്റിൻ്റെയാണ്. കാരണം ബെഡ്റൂമിൻ്റെ നേരെ മുകളിലൊരു ടോയ്ലറ്റ് വന്നിട്ടുണ്ട്, അത് പ്രശ്നമാണ്. അത് കയറുമ്പം അഗ്നികോണിലുള്ള ആ റൂം, സൗത്ത് ഈസ്റ്റ് കോർണറിലുള്ള റൂമിലും 2-5 എന്ന കോമ്പിനേഷനാണ് കിടക്കുന്നത്, അതിലും ദോഷമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് വിവാഹമോ അല്ലെങ്കിൽ അതിൻ്റെ തടസ്സങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മാറ്റം ഉണ്ടാകും. പിന്നെ ഏതൊരു കാര്യം നമുക്ക് നടക്കണമെങ്കിലും ഞാൻ കഴിഞ്ഞ പല എപ്പിസോഡിലും പറഞ്ഞു, നമ്മൾ ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ല, ആരുടെയും വിവാഹത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നടക്കണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്ക് അത് പ്രതീക്ഷിക്കുക. ഇപ്പോൾ നക്ഷത്രം ഇതിനകത്ത് കൊടുത്തിട്ടില്ല, തൊട്ടടുത്തുള്ള ഏതെങ്കിലും ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് ഉമാമഹേശ്വര പൂജയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറേയൊക്കെ തടസ്സം മാറും. അല്ലെങ്കിൽ സ്വയംവരാർച്ചനയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറേയൊക്കെ തടസ്സം മാറും. അതൊക്കെ ആ ജ്യോത്സ്യൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇതിനകത്ത് ഈ വീടിനൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്തെടുക്കുക. ഈ പ്രൊട്ടക്റ്റ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ പുള്ളിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ പുള്ളി പടിഞ്ഞാറ് വിഭാഗത്തിലുള്ള ഒരാളാണ്. എപ്പോഴും പടിഞ്ഞാറോട്ടൊക്കെ ഒന്ന് തലവച്ച് കിടന്നു കഴിഞ്ഞാൽ കുറേ മാറ്റം ഉണ്ടാവും. പൊതുവെ നമ്മൾ സൗകര്യത്തിന് നോക്കിയിട്ട് കുറച്ചുകൂടെ സ്പേസിന് വേണ്ടിയിട്ടൊക്കെ 2 ബെഡ് അടുപ്പിച്ചിട്ടല്ലേ പല വീടുകളിലും കാണാം. അത് അങ്ങനെ പാടില്ല. ബെഡ്റൂമിൽ 2 ബെഡ് അന്ന് അടുപ്പിച്ചിടാൻ പാടില്ല. അഥവാ നമുക്ക് ആ സ്പേസ് ഇല്ലെങ്കിൽ 2 ബെഡ് അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തിടുന്ന മെത്ത ഒന്നായിരിക്കണം. മനസ്സിലാവുന്നത്? അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദോഷത്തെ മാറ്റിയെടുക്കാൻ പറ്റും. ഇതിനകത്ത് ചെയ്യേണ്ടത് ഇത്രയും മാത്രം. ആ ബെഡ്റൂം, പുള്ളിയുടെ ബെഡ്റൂം ഒന്ന് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ മാറ്റിയെടുക്കുക. അതിനകത്ത് എപ്പോഴും പറ്റുമെങ്കിൽ അതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറില്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ക്രിസ്റ്റൽ ബൗളിനകത്ത് കുറച്ച് ഉപ്പ് നിറച്ചതിനകത്ത് വയ്ക്കുക. ഒരു 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസത്തിനിടയ്ക്ക് ആ ഉപ്പ് കളഞ്ഞതിന് ശേഷം പുതിയത് നിറച്ച് വയ്ക്കുക. കല്ലുപ്പാണ്, കല്ലുപ്പ് നിറച്ച് വയ്ക്കുക. അപ്പോൾ ആ റൂമിനകത്തുള്ള മറ്റെന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ആ എനർജി ഡിസ്ചാർജ് ചെയ്യുവാൻ അത് വളരെ നല്ല രീതിയിൽ ഉപകരിക്കും. വീടിന് ചുറ്റും പറ്റുമെങ്കിൽ കല്ലുപ്പ് ഒന്ന് കലക്കി ഒന്ന് തളിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന ആ ഒരു നെഗറ്റീവ് എനർജിയും കുറേ അതിന് മാറ്റം ഉണ്ടാവും. എന്തായിരുന്നാലും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ വീട്ടിലോട്ട് ചെയ്തു കഴിഞ്ഞാൽ വിവാഹ തടസ്സം
മാറിക്കിട്ടുവാൻ. പുള്ളിയുടെ മെയിൻ പ്രശ്നം വിവാഹ തടസ്സമാണ്. പിന്നെ നോക്കേണ്ട കാര്യമില്ല, നല്ലൊരു ചാനലിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ തൊഴിൽപരമായിട്ടൊന്നും പ്രശ്നം കാണുന്നില്ല. വിവാഹത്തിന് തടസ്സം അത് ഇത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വിവാഹ തടസ്സം മാറിക്കിട്ടും. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ദർശന സഹിതം വിളിക്കുക. എന്നെ ഡയറക്റ്റ് കാണണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ വെഞ്ഞാറമൂട് എലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേരക്ഷേത്രം കേരളത്തിലെ ആദ്യത്തെ കുബേരക്ഷേത്രമാണ്. ചൊവ്വ, ഞായർ, തിങ്കൾ എന്നീ ദിവസങ്ങളിൽ ഞാൻ ആ ക്ഷേത്രത്തിലുണ്ടാവും. നമസ്കാരം.